തൃശൂർ കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ വൃന്ദാവനം പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾക്കായുള്ള പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാളികപ്പുറം സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ദേവനന്ദ, ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദ്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഗണപതി ഹോമത്തിന് ശേഷം രാവിലെ ഗോപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വൃന്ദാരണ്യം എന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ മൂന്നാം ഘട്ട പ്രവർത്തനമാണ് കുട്ടികൾക്കായുള്ള വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക്. ഉദ്ഘാടന ചടങ്ങിൽ മാളികപ്പുറം സിനിമയിലൂടെ താരമായി മാറിയ ദേവനന്ദ, ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദ്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, ആമയുടെ വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണ കേന്ദ്രം ജനറൽ സെക്രട്ടറി NB ശിവൻ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി. ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ദേവനന്ദയും ശ്രീപദും പറഞ്ഞു. ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടാകും. അതും നിങ്ങളെല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എനിക്കിപ്പോൾ ഇങ്ങനൊരു വലിയൊരു പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിലും ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മാളികപ്പുറം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മൂന്നുപേരും കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബാലഗോകുലത്തിലൂടെ വളർന്നു വന്നയാളാണ് താനെന്നും ചടങ്ങിൽ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയ ബാലഗോകുലത്തിൽ നിന്ന്. പഴയ എവിടെയോ ഉള്ളിൽ കിടക്കുന്ന ഒരു ഓർമ്മയുടെ പുറത്തായിരിക്കാം. ബാലഗോകുലത്തിൽ കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായിട്ട് പരിപാടി ചെയ്തപ്പോൾ ശ്രീകൃഷ്ണ ഒരു ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയോ എന്ന്. അപ്പം സ്വപ്നമാണ് നിങ്ങൾ ഇന്നിവിടെ തുടക്കം കുറിക്കുക എന്നുള്ളത്. ഇപ്പോൾ ദേവു പറഞ്ഞ പോലെ അടുത്ത തലമുറയും ദേവു പറഞ്ഞു. പക്ഷെ പട്ടാഭിരാമൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ തലമുറയ്ക്ക് തന്നെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ദേവു പറഞ്ഞ അതേ വാചകം ഞാനും കടമെടുക്കുന്നു. അന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, അതിന്റെ ഉദ്ഘാടന ദിവസം ഇവിടെ വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനെന്നുള്ളത്. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ബലകവും ഓണക്കോടിയും നൽകി ആദരിച്ചു. ചടങ്ങിൽ ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, രാഷ്ട്രീയ സ്വയംസേവക സംഘം, ക്ഷേത്രീയ പ്രചാരക് ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഗോപികാ നൃത്തവും നടന്നു. തുടർന്ന് നിലവിളക്ക് കൊളുത്തി തേങ്ങയുടച്ച് വൃന്ദാവനം കുട്ടികൾക്കായി തുറന്നു നൽകി. വൃന്ദാവനത്തിലെത്തിയ കുട്ടികളും വളരെയധികം സന്തോഷത്തിലായിരുന്നു. മനസ്സിലൊരു സന്തോഷം കിട്ടി എല്ലാം കണ്ടപ്പോ. പിന്നെ ആദ്യമായിട്ട് ഇവിടെ പാർക്കൊക്കെ വന്നപ്പോ ഞങ്ങക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങള് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യായിരുന്നു. നാച്ചുറായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. വെള്ളച്ചാട്ടം അവിടെ അമ്പലത്തിന്റെ അവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. നല്ല ഇഷ്ടമായി. നല്ല പശുക്കളൊക്കെ കണ്ടപ്പോ ഒരു സന്തോഷം. 100 ഏക്കറിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളും അവതാര മഹാത്മ്യവും ഭക്തി നിർഭരമായി വിജ്ഞാനത്തോടെ ദർശിക്കുവാനും വേദങ്ങളും പുരാണങ്ങളും മറ്റു ധർമ്മഗ്രന്ഥങ്ങളും പഠിക്കുവാനുമുള്ള വിജ്ഞാന കേന്ദ്രവും കൺവെൻഷൻ സെന്ററും ഗോ അധിഷ്ഠിത വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന ഗോശാലയും ഔഷധത്തോട്ടവും ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ബാലഗോകുലം സ്ഥാപകനായ MA കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തത്. ഘട്ടം ഘട്ടമായി ഓരോ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ആറേശ്വരം മലയും കനകമലയും കോടശ്ശേരി മലയും സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ വൃന്ദാരണ്യത്തിൽ പ്രവർത്തിക്കുന്ന ഗോശാലയിൽ ഇപ്പോൾ 70ഓളം പശുക്കളുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. ജനം, തൃശൂർ.